ഹലോ, നമുക്ക് നല്ല രീതിയിൽ തരക്കേടില്ലാത്തൊരു ബിസിനസ് റൺ ചെയ്യാനായിട്ട്, ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഈ പറയത്തക്ക വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ തുടങ്ങിയാലും നമുക്ക് ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകൾ റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം ഞാൻ എംഫസൈസ് ചെയ്ത് പറയാം, ഒന്ന് ഊന്നി പറയാം. കാരണം ചില സമയത്ത് നമ്മുടെ കയ്യിൽ വലിയ എമൗണ്ട് ഇല്ലാതിരിക്കണതാണ് നല്ലത്. കാരണം ഈ വലിയ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പല മിസ്റ്റേക്കുകളിലേട്ടും പോയി ചാടില്ല. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിൽ അത്രയും ഒരു കാശ് സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാനത് ഉപേക്ഷിച്ചായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. പക്ഷേ ഒരു 2-3 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ കുറച്ചും കൂടി പഠിച്ചു, കുറച്ചും കൂടി അറിവൊക്കെ കിട്ടിയതിന് ശേഷം ഇപ്പം ഇരുന്ന് ആലോചിക്കാൻ നേരത്ത് നമുക്കിപ്പോൾ മനസ്സിലായി ആ ഐഡിയ ഒരു മോശം ഐഡിയ ആയിരുന്നു. അതിൽ അന്ന് കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് നഷ്ടം വന്നേനെ. അന്ന് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അറിവുള്ളത് കൊണ്ടല്ല, ആ സമയത്ത് കാശ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്ക് അവിടെ ഒഴിവായിപ്പോയി. ഇതാണ് പറയണത്, സാഹചര്യം അതായതുകൊണ്ട് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്കിൽ നിന്ന് ആ സാഹചര്യം നമ്മളെ തടുത്തു മാറ്റിക്കൊണ്ടുപോയി. അപ്പോൾ ചില സമയത്ത് നമ്മുടെ അടുത്ത് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്കുകളിൽ പോയി ചാടില്ല. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യും, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവാൻ തുടങ്ങും. ഇത്ര എമൗണ്ട് ഇല്ല, എങ്ങനെ നമുക്ക് ഈ ഇത്ര എമൗണ്ട് ഇല്ലാതെ ഈ സംഗതി നടത്തിക്കൊണ്ട് പോവാം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഓൾറെഡി നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ ഇവിടെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അത് മൊത്തം ഡിസപ്പിയർ ആയി. ഒരു 2-3-4 മാസം കഴിയാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും അതെല്ലാം അബദ്ധമായിരുന്നു. അപ്പോൾ പിന്നീട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്. നമ്മുടെ കയ്യിലേക്ക് ഇൻകം കൊണ്ടുവരണം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കയ്യിൽ നിന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സംഗതിയല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഈ അധിക ആളുകളും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തുടങ്ങണമെന്ന് അവർ വിചാരിക്കാൻ നേരത്ത് തന്നെ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ മറ്റ് ചപ്പ് ചവറ് സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളെല്ലാം, അങ്ങനെ എല്ലാ സംഗതികളെ പറ്റി ചിന്തിച്ച് കയ്യിൽ നിന്ന് ഇങ്ങനെ കാശ് ആർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ, ട്രേഡ് മാർക്ക്, അങ്ങനെ ഒരുപാട് സംഗതികൾ, GST എല്ലാത്തിനെയും പറ്റി ഇങ്ങനെ ചിന്തിച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട സംഗതി അവർ മറന്നിട്ടുണ്ടാവും. അത് വേറൊന്നുമല്ല, വിൽക്കുക എന്നുള്ളതാണ്. ആ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും അപ്ഫ്രണ്ടിൽ നടത്തി ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് നടപടിയാവില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയോണ്ട് നമുക്ക് അവിടെ നഷ്ടം സംഭവിച്ചു, ഇത് വിറ്റ് പോകില്ല. എന്നാൽ വിൽക്കുക എന്ന സംഗതിയാണ് ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സംഗതി. കാരണം ഈ വിൽക്കുക എന്ന് പറയുന്ന സംഗതി നടന്നാൽ മാത്രമാണ് നമ്മളുടെ വരവുണ്ടാവുള്ളൂ ബിസിനസ്സിലേക്ക്. ഇങ്ങനെ ഒരു സൈക്കോളജിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഡേ 1 മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കുക, കാശ് വാങ്ങുക. കാരണം നമ്മുടെ കയ്യിലേക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ വരവാണ്, കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സംഗതിയല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എല്ലാ രജിസ്ട്രേഷനും എല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും കാലം കുറേ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ പലരെ ഇറങ്ങാൻ പേടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ സാധനം അങ്ങ് വിറ്റ് തുടങ്ങാം. ഈവൻ ഗവൺമെൻറ് പോലും പല പ്രൊഡക്റ്റുകൾക്കും ഈ പറയത്തക്ക വലിയ സർട്ടിഫിക്കറ്റുകളൊന്നും മാൻഡേറ്റ് ചെയ്യണില്ല. 20 ലക്ഷം രൂപയുടെ താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ പോലും ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് വരും. നിങ്ങൾ ആ വിൽക്കുക എന്ന പരിപാടി, കസ്റ്റമറെ കണ്ടെത്താൻ, മാർക്കറ്റിംഗ് ചെയ്യുക, പ്രൊഡക്റ്റ് വിൽക്കുക, ആ സംഗതി ഫ്ലോ ആയിട്ട് ആദ്യം കൊണ്ടുവരിക. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരവ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻകം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിൽഡ് ചെയ്ത ബിസിനസ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറും. നമ്മുടെ സേവിങ്സിൽ നിന്നോ മറ്റു നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടോ കാശ് ഇറക്കാതെ തന്നെ റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബ്രെയിൻ കുറേ കൂടി ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണ് അപ്ഫ്രണ്ടിൽ നമുക്ക് എങ്ങനെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാമെന്ന് ചിന്തിച്ചാലുള്ള ഗുണം. എന്നാൽ അതേസമയം ചിലർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഇല്ലാതിരിക്കണതാണ് നല്ലത്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ന്യൂസാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ കാശിറക്കി 40 ലക്ഷം പോയി, 50 ലക്ഷം പോയി, 1 കോടി പോയി, ചിലരൊക്കെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ കേൾക്കുന്നുണ്ട്. പല
ഈ എന്താ പറയുക സ്കാം കോയിൻസ്, അതുപോലെ തന്നെ റമ്മി ഗെയിം, അങ്ങനെ പല പല ഒരുപാടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഞാൻ ഇവരുടെ അടുത്ത് ആ കാശുള്ളത് കൊണ്ടാണല്ലോ അവരതിലേക്ക് ഇറക്കിയത്. ഇന്ന് നിങ്ങളുടെ പരിചയത്തിലുള്ളവരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി, ഈ സ്റ്റോക്ക് ട്രേഡിംഗ് ഒക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വൻ നഷ്ടങ്ങൾ വരുത്തിയ ആളുകളുടെ അടുത്ത് ചോദിച്ചു നോക്കിക്കോ, അന്ന് കാശില്ലാതിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഉണ്ട്. കാരണം അന്ന് എൻ്റെ അടുത്തൊരു 10,000 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഞാൻ അത്രയായിരുന്നു നഷ്ടം വരുത്തുള്ളൂ. 10 ലക്ഷത്തിൻ്റെ നഷ്ടം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അന്ന് ആ 10 ലക്ഷം ഉള്ളത് കൊണ്ട് അത് പോയി. ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ്, കാരണം എൻ്റെ അടുത്ത് അന്ന് ആ കാശ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നഷ്ടം വരുത്തില്ലായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവർ ചിന്തിക്കേണ്ട ആ കാശ് ഇന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അധിക സമയവും നമ്മുടെ അടുത്ത് ഈ കാശില്ലാതിരിക്കണം എന്നാണ് നല്ലത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്ത സമയത്ത്. അവർ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വിറ്റ് കാശാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സംഗതി. ഇത് വിറ്റ് നമുക്ക് സെയിൽ നടക്കുമോ, ഈ സാധനം വിൽക്കാൻ പറ്റുമോ, 5-ന് വാങ്ങിച്ചത് 10-ന് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ലാഭകരമായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. അതിനുശേഷം നിങ്ങൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ അധിക സമയം ആ ബിസിനസ് ജനറേറ്റ് ചെയ്യണ ഇൻകം തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഉദാഹരണം സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ചില പ്രൊഡക്റ്റുകളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങ് കത്തിക്കയറും. അവർക്ക് ആ ഒറ്റ വീഡിയോന്ന് തന്നെ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യണതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് രണ്ടും കൽപ്പിച്ച് കുറച്ചധികം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ അപ്ഫ്രണ്ടിൽ നടത്തുക. കാരണം നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടി. ഈ ഗ്രീൻ സിഗ്നലിന് മുമ്പ് തന്നെ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുമ്പോഴാണ് അധിക സമയം നഷ്ടം സംഭവിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ്. വൺസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും വളരെ വേഗം തന്നെ അത് സംഗതി എക്സിക്യൂട്ട് ചെയ്യുക. ഒരു വർഷങ്ങളോളം ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് മാസം ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കാതെ അങ്ങനെ ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്. അങ്ങ് ഇറങ്ങി ഈ സാധനം വിൽക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള ടെസ്റ്റ് നടത്തുക. അത് പറ്റില്ലെങ്കിൽ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ചാടുക. കാരണം ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. ഫാസ്റ്റായിട്ടുള്ള എക്സിക്യൂഷൻ. ഒരു സാധാരണ സായിപ്പന്മാരെല്ലാം പറയുന്ന ഒരു കോട്ടുണ്ട്, അതായത് ഒരു മണ്ടനായിട്ടുള്ള ഒരാൾ, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മണ്ടനാണ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളെക്കാളും ബെറ്റർ. കാരണം ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള മണ്ടൻ നല്ല അച്ചീവ്മെൻറ്റ് വരുത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം, ഫോക്കസ്ഡ് ആണ് ഒരു കാര്യത്തിൽ. വേറൊരു വശത്ത് ഒരാൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, പക്ഷേ അയാൾ നാച്ചുറലി ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് പല കാര്യങ്ങളിൽ പലതും ഇങ്ങനെ വഴുകിപ്പിച്ച് പോണതുകൊണ്ട് ആ പുള്ളിയുടെ ഇൻ്റലിജൻസ് പുള്ളിനെ ഹെൽപ്പ് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ആ ഒരു സംഗതി വർക്കൗട്ട് ആവോ ഇല്ല, വിറ്റ് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. ഈ സാധനം വിറ്റ് പോകുമോ, നിങ്ങൾ പരീക്ഷണങ്ങൾ ആദ്യം നടത്തുക. നമ്മുടെ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും. ഞാൻ ചില ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തൊരു ഐഡിയ ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ട്, ഒരു സർവീസിൻ്റെ ഐഡിയ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോസ് ചെയ്തു തുടങ്ങും. നിങ്ങളുടെ ഓൺ പേജിൽ തന്നെ വീഡിയോസ് ചെയ്തു തുടങ്ങും. ഇപ്പോൾ ഇവിടെ പലരും ഇത് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്ക സമയത്ത് നമുക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം നമ്മളിത് വിറ്റ്, അപ്പോൾ പരീക്ഷണത്തിന് ഒരുപാട് കാലം എടുക്കൂലേ, പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഇതെങ്ങനെ പരീക്ഷണം നടത്താമെന്ന് പലരും ചോദിക്കാം. അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം ഓഡിയൻസ് നിലവിൽ ഇപ്പോൾ ആരെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ചും കൂടി ഒരു ഉദാഹരണം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ഇപ്പം നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെൺകുട്ടികളുടെ ഉടുപ്പാന്ന് വിചാരിക്കുക. ആ ഒരു ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വേഗത്തിൽ നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റും, പ്രൈസ് പെട്ടെന്ന് ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ തന്നെ ഫോളോവർ ഉണ്ടാക്കി കുറച്ച് വീഡിയോക്കൊക്കെ റീച്ച് കയറ്റി പരീക്ഷിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ പെൺകുട്ടികളുള്ള അമ്മമാർ ആരെയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് ഇൻഫ്ലുവൻസറെയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കുക.
അത് അധിക സമയം ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ പരീക്ഷണം ഒന്ന് നിങ്ങൾ നടത്തി നോക്കുക. ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച്, അതിൻ്റെ മോഡല്, ഡിസൈനും കാര്യങ്ങളും എല്ലാം ഈ ഓൾറെഡി നല്ല വ്യൂസ് ഉള്ള ആളുകളെ വെച്ചിട്ട് നിങ്ങൾ ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കുക. അപ്പോൾ റിസൾട്ട് വരും. ഒരു 100K വ്യൂസ് അതിന് കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 50,000 പേര് ആ വീഡിയോ കണ്ടു. നിങ്ങൾക്ക് ധാരാളം എൻക്വയറീസും അതിലൂടെ തന്നെ തരക്കേടില്ലാത്ത സെയിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ സിഗ്നലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് റിയൽ ആരാണോ നിങ്ങൾക്ക് കാശ് തന്നത് വാങ്ങാൻ പോകുന്ന ആ വിഭാഗത്തിൻ്റെ മുമ്പിൽ ഇത് എത്തിയപ്പോൾ ഇതിന് കൺവേർഷൻ നടക്കുന്നുണ്ട്, സെയിൽ ഉണ്ടെങ്കിൽ അതൊരു ഗ്രീൻ സിഗ്നലാണ്. കാരണം 10 പേര് കണ്ടപ്പോൾ ഒരാൾ വാങ്ങിച്ചു, അപ്പോൾ 20 പേര് കണ്ടാലേ 2 പേര് വാങ്ങിക്കും, 30 പേര് കണ്ടു കഴിഞ്ഞാൽ 3 പേര് വാങ്ങിക്കും. അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് അവിടെ കിട്ടി. ഒരു പാറ്റേൺ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. ഇത് വർക്കൗട്ട് ആവുമെന്നുള്ളതിൻ്റെ തെളിവാണ് സെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സംഗതി. സെയിലിലൂടെയാണ് നമുക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാവുള്ളൂ. അതിലൂടെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റും റെയിനി ഡേ ഫണ്ടും എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടും എല്ലാം വന്നത് ഈ സെയിലിലൂടെയാണ്. കാശ് ബിസിനസ്സിലേക്ക് വരവ് എന്തായാലും വേണം. അത് സെയിലിലൂടെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഏതൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്തും ചോദിച്ചു നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സെയിൽ തന്നെയാണ്. കാരണം ബാക്കിയെല്ലാം നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ഈ സെയിൽ വരണം. അപ്പോൾ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും. ഫാസ്റ്റ് എക്സിക്യൂഷൻ അതാണ് വേണ്ടത്. ആ സംഗതി ഐഡിയ വന്നാൽ തന്നെ നിങ്ങൾ ആ 1 മാസത്തിനുള്ളിൽ പരിപാടി പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം കാലം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ചില ആളുകളുടെ എൻ്റെ വാട്സപ്പിലെല്ലാം 6-7 മാസം മുമ്പ് സംശയം ചോദിച്ചു പോയ ആളുകൾ അതിൻ്റെ മറ്റ് അനുബന്ധ സംശയമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. അതായത് അവർ ഇന്ന വരെ അത് തുടങ്ങിയിട്ടില്ല. ഇനി വരാനിരിക്കുന്ന 6 മാസം അവർ തുടങ്ങാൻ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അന്ന് 6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആ പാക്കേജിൻ്റെ സംശയം ചോദിച്ചതാണല്ലോ, ഇതുവരെ പാക്കേജ് ഒന്നും ആയില്ലേ. ഇതൊക്കെ 2-3 ആഴ്ച കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് തീർക്കാവുന്ന സംഗതികളാണ്. ഇങ്ങനെ പേടിച്ച് കയ്യും കാലും വിറച്ചൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ബിസിനസ്. എന്തായാലും ഇവിടെ ഒരു 10-60 കൊല്ലമൊക്കെയാണ് നിങ്ങൾ ജീവിക്കുള്ളൂ. അങ്ങനെ റിസ്ക് എടുക്കാൻ ഭയങ്കര പേടി, കയ്യും കാലും വിറച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണുള്ള ഇതൊക്കെ. അത് നഷ്ടം വരണമെങ്കിൽ നഷ്ടം വരട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാം. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളല്ലല്ലോ നമ്മൾ നടത്തണം. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോലും മടിച്ചിരിക്കരുത്. നമ്മൾ അങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു അച്ചീവ്മെൻറ്റ് നമുക്കുണ്ടാവില്ല. ആ സ്റ്റേബിൾ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഗ്രോത്ത് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പം 6 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാലയളവാണ്. മനസ്സിലായില്ല? വലിയ കാലയളവ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കും? 10-60 കൊല്ലമാണ് ആകെ ഒരു മനുഷ്യൻ ജീവിക്കുള്ളൂ. കുറേ കുട്ടിക്കാലം പോയി, കുറേ ടീനേജ്, അതുപോലെ തന്നെ മിഡിൽ ഏജ്, പിന്നെ പ്രായമായി, പിന്നെ അവിടെ നിങ്ങളുടെ മെൻ്റൽ എനർജിയും ഫിസിക്കൽ എനർജിയൊക്കെ ചോർന്നു പോകും. അപ്പോൾ ആ ടൈം അങ്ങനെ വെച്ച് നോക്കാൻ നേരത്തെ എത്ര 6 മാസങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് 6 മാസങ്ങൾ മാത്രമാണ് നമുക്കുള്ളൂ. അപ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. ചടപടയെന്ന് കാര്യങ്ങൾ നടത്തുക, പരീക്ഷ നടത്തുക, വിറ്റ് പോകണുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ചെയ്യലേ ഇവിടെ ഒരു ഓപ്ഷനുള്ളൂ. ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കൂടി അത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പതിയെ ഉള്ള ഗ്രോത്താണ് അധിക സമയം നമുക്ക് നല്ലത്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം. പിന്നെ അത്രയും എമൗണ്ട് പിന്നെ തിരിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ചിലവരെങ്കിലും പറയാറുണ്ട്, ഇപ്പോൾ ചില സമയത്ത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡാണ്, സിൽവറാണെന്നൊക്കെ പറയാൻ നേരത്ത് കുറച്ച് പേരെങ്കിലും പറയാറുണ്ട് ആ സെയിം എമൗണ്ട് നിങ്ങൾ ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇത്ര മടങ്ങായനെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഗോൾഡ് എടുക്കാൻ തീരുമാനിച്ച ആ സമയത്ത് ഈ സെയിം സ്റ്റോക്ക് നമ്മുടെ 10,000 കണക്കിനുള്ളതിൽ നമ്മുടെ മുമ്പിലേക്ക് ഇത് വന്നില്ല. ഈ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് അവരടുത്ത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് പൊങ്ങിയതിന് ശേഷമാണ് ഇത് നല്ലതാണെന്നുള്ളത് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് കുറച്ച് ഓപ്ഷൻ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് മാത്രമുള്ളത് ചില സമയത്ത് നല്ലതാണ്, കുറച്ച് പൈസ മാത്രമുള്ളത് ചില സമയത്ത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ നടത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 2 മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. വെയിറ്റ് ചെയ്തിരിക്കരുത്, ഫാസ്റ്റ് എക്സിക്യൂഷൻ നടത്തുക. കാശ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ചില സമയത്ത് കാശില്ലാത്തതാണ് നല്ലത്. അപ്പോൾ ഫാസ്റ്റ് എക്സിക്യൂഷൻ നിങ്ങൾ നടത്തുക. കുറച്ച് കാശ് കയ്യിലുള്ളൂ എന്ന് കരുതി ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കേണ്ട കാര്യമില്ല. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, സോഷ്യൽ മീഡിയയുടെ കേസ് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര്
ഇഷ്ടം പോലെ തെളിവുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇറങ്ങുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.